സ്ത്രീകളോട് പറഞ്ഞത് നിങ്ങൾ പ്യുവറായ ആര്യന്മാരുടെ കുട്ടികളെ പ്രസവിക്കുമെന്നു. അതായിരുന്നു ജർമ്മനിയിൽ സ്ത്രീകളുടെ ജോലി എന്ന് പറയുന്നത്. ഇത്തരം രീതിയിൽ ജർമ്മനി എപ്പോഴും ഒരു ആൺ രാജ്യമായിരുന്നെങ്കിൽ കൂടി എറിക് ഫ്രോമിനെ പോലുള്ളവർ, വിൽഹം റീഹിനെ പോലുള്ളവർ ഫാസത്തിന്റെ സൈക്കോളജി പഠിച്ചപ്പോൾ അത് എപ്പോഴും വർക്ക് ചെയ്തത് അമ്മയോടുള്ള സ്നേഹം, അല്ലെങ്കിൽ അമ്മയോടുള്ള സ്നേഹത്തിനെയും പൊസസീവ്നെസ്സിനെയും ഒക്കെ തന്നെ മാതൃരാജ്യത്തോടുള്ള സ്നേഹമായി, മാതൃരാജ്യത്തെക്കുറിച്ചുള്ള അഭിമാനമായൊക്കെ തന്നെ വിപുലീകരിക്കുന്നിടത്താണ് മെയിൻ കാഫ് ആണെങ്കിലും നാസി ലഘുലേഖകളാണെങ്കിലും കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതായത് ദേശീയതയെ പോപ്പുലർ ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മെറ്റേണിറ്റി എന്ന് പറഞ്ഞ, മാതൃത്വം എന്ന് പറഞ്ഞൊരു സങ്കല്പം വളരെ അത്യാവശ്യം തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തേക്ക് തന്നെ ഏറ്റവും നല്ല മദർ രാജ്യം അല്ലെങ്കിൽ അമ്മ രാജ്യം എന്നുള്ള സങ്കല്പമുള്ളത് ഇന്ത്യയിൽ തന്നെയാണ്. അതിന്റെ ഉത്ഭവം ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും. കൊളോണിയൽ മോഡേണിറ്റി ഇന്ത്യൻ പൈതൃക ജാതി വ്യവസ്ഥയുമായും നിയമനിർമ്മാണങ്ങളുമായും വിദ്യാഭ്യാസ സമ്പ്രദായവുമായും അധികാര രൂപങ്ങളായും ഒക്കെ തന്നെ എൻഗേജ് ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ സ്ത്രീയുടെ അവസ്ഥയാണ് ഇന്ത്യയുടെ പ്രാകൃതത്വത്തിന് ഏറ്റവും വലിയ ഉദാഹരണമായി പാശ്ചാത്യർ ചൂണ്ടിക്കാണിച്ചത്. ഹിന്ദു നവോത്ഥാനത്തിന്റെ തന്നെ ബേസ് ഇന്ത്യ പ്രാകൃതമായ സ്റ്റേറ്റ് അല്ല. ഇന്ത്യക്ക് വളരെ സവർണമായ ഒരു ഭൂതകാലം, വേദിക് ഭൂതകാലം ഉണ്ടായിരുന്നു. ആ ഭൂതകാലത്ത് നിങ്ങൾ കരുതുന്നത് പോലെ സ്ത്രീകളുടെ ചൈൽഡ് മാരേജ് സദ്യ ഉണ്ടായിരുന്നില്ല. സ്ത്രീകൾ, ഇന്ത്യൻ സ്ത്രീകളുടെ ഡെവലപ്ഡ് ആയ സ്ത്രീകളാണ് എന്ന് ബ്രിട്ടീഷുകാരെ ബോധ്യപ്പെടുത്തുവാൻ ബ്രിട്ടീഷ് വിദ്യാഭ്യാസവും അധികാര രൂപങ്ങളും നിയമനിർമ്മാണങ്ങളും ഒക്കെ ഉണ്ടാക്കിയ ഒരു മോശത്തിൽ നിന്ന് പരിവർത്തിക്കുവാൻ വേണ്ടിയാണ് ഹിന്ദു നവോത്ഥാനം ഉണ്ടാകുന്നത്. ആര്യ സമാജവും ബ്രഹ്മ സമാജവും ഒക്കെ ഫോക്കസ് ചെയ്തത് സവർണ ഹിന്ദു സ്ത്രീയെ എങ്ങനെ ഒരു മോഡേൺ ഹിന്ദു സ്ത്രീ ആക്കാം എന്ന രീതിയിലായിരുന്നു. ഇതിലും ഏറ്റവും വലിയ പ്രതിരോധപരമായി ഇന്ത്യയുടെ ദേശീയതയുടെ സിംബലായി ഭാരതമാത വരുന്നത്, അതായത് ബംഗാളിലെ കാളിദേവി, ബംഗാളിലെ ദുർഗാദേവി വരുന്നത് ഇത്തരത്തിൽ ഈ ഓറിയന്റലിസ്റ്റുകളോടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ്. കൃഷ്ണചന്ദ്ര ബാനർജി ഭാരതമാത എന്ന നാടകം 1873 ആദ്യമായി അരങ്ങത്തെത്തിച്ചു. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ ഭാരത മാതാവ് എന്ന സങ്കല്പം ബംഗാളിലെ ദുർഗയുടെ, അതായത് ഇന്ത്യൻ ഭൂപടം വഹിക്കുന്ന, ഇന്ത്യ എന്നുള്ള സങ്കല്പം വരികയും ഇന്ത്യൻ ഭൂപടം വഹിക്കുന്ന ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ ഭാരതമാത എന്ന സങ്കല്പമാണ് കിരൺചന്ദ്ര ബാനർജിക്ക് ഈ നാടകം കളിക്കാൻ പ്രചോദനമായി വന്നത്. അതിനുടനെ തന്നെ അപനീന്ദ്രനാഥ് ഭാരതമാത എന്ന് പറഞ്ഞ ചിത്രം വരയ്ക്കുകയുണ്ടായി. ഈ ചിത്രം പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ദേശീയതയും അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കാൾ ഉപരി ശക്തിയുടെ ചിഹ്നങ്ങളായിരുന്നു അതിലുണ്ടായത്. അതിൽ ഭാരതമാതാവിന് 4 കൈകളുണ്ട്. സാരി അല്ലായിരുന്നു ഉടുത്തിരുന്നത്. കാവി നിറത്തിലുള്ള തുണി ചുറ്റിയിട്ടുണ്ട്. ഒരു കയ്യിൽ വേദം, ഒരു കയ്യിൽ അരി, മാല, വെളുത്ത തുണി, ഇങ്ങനെ 4 താമരകൾ നിലകൊള്ളുന്ന ഒരു ശക്തിയുടെ സ്വരൂപമായ ഒരു ഭാരതമാതാവിനെയാണ് അപനീന്ദ്രനാഥ് ആദ്യമായി വരച്ചത്. പിന്നീട് ഭാരതമാതയുടെ രൂപങ്ങൾ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് വിധേയമാകുകയും 1904 നമ്മൾ ഇന്നു കാണുന്ന രീതിയിൽ ഒരു ആവറേജ് ബംഗാളി സ്ത്രീയെ പോലെ ആധുനിക സ്ത്രീയുടെ, സാരി എന്ന് പറയുന്ന ആധുനിക സ്ത്രീയുടെ വസ്ത്രം ധരിച്ച, സിംഹത്തിന്റെ മുകളിലുള്ള, ഇന്ത്യയുടെ എന്ന് പറയുന്ന ഭൂപടം പിറകിലുള്ള, കയ്യിൽ കൊടിയുള്ള ഒരു ആവറേജ് ബംഗാളി സ്ത്രീയെ പോലുള്ള ഒരു ഭാരതമാത ഉണ്ടായി വരുന്നത്. ഈ ഉണ്ടാകലുകൾ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എങ്ങനെയാണ് ഈ ശക്തിയുടെ സിംബലുകൾക്കപ്പുറം ഒരു ഡൊമസ്റ്റിക്കേറ്റഡ് ആയ ഒരു വീട്ടിനകത്തുള്ള ഒരു അമ്മയുടെ ചിഹ്നം ഭാരതമാതാവിന് ഉണ്ടാകുന്നത് എന്ന ചോദ്യം പലരും ഉയർത്തിയിട്ടുണ്ട്. അഗ്രസീവായ, വളരെ വയലന്റ് ആയ ഒരു കാളിയായാണ് ബംഗാളികൾ ആരാധിച്ചിരുന്നത്. അപ്പൊ അഗ്രസീവ് വയലന്റ് ആ ഒരു ദേശീയ ചിഹ്നം ഉണ്ടാകണ്ട. ഗാന്ധി പലപ്പോഴും പറഞ്ഞതാണ് അഗ്രസീവ് വയലന്റും അല്ല നമ്മുടെ ഭാരതമാത. കാരണം അതിന് 2 രീതിയിലാണ്. ഭാരതമാതാവ് സ്ത്രീ ആയതുകൊണ്ട് മക്കളുടെ രാഷ്ട്രീയവും സാംസ്കാരികവും ഒപ്പായ നിയന്ത്രണത്തിന് കീഴിലാണ്, മക്കൾ രക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണെന്നൊരു സാധനമുണ്ട്. രണ്ടാമത് ദേശീയത എങ്ങനെ ആയിരിക്കണമെന്നതിൽ നിന്ന് രവീന്ദ്രനാഥ് ടാഗോർ അടക്കമുള്ളവർ പ്രചരിപ്പിച്ച ചില ആശയങ്ങളുണ്ട്. രവീന്ദ്രനാഥ് ടാഗോറിനെ ദേശീയതയെ വിമർശിക്കുന്ന പലരും ദേശീയതയുടെ ആദ്യത്തെ വിമർശകൻ എന്നാണ് പറയാറുള്ളത്. പക്ഷെ രവീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരതമാത എന്ന് പറഞ്ഞത്തെ കാലത്തെ സങ്കല്പം കൊണ്ടുവന്നത്. അത് വിമർശന വിധേയമാക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. വന്ദേമാതരമുള്ള ബങ്കിം ചാറ്റർജിയുടെ ആനന്ദമഠത്തിലാണ് ആദ്യമേ ഭാരതമാത ഉള്ളത്.
ഒരുപക്ഷെ ഇന്ത്യൻ സ്ത്രീ, നാഷണൽ സ്ത്രീ, ദേശീയത തുടങ്ങിയ ഡിസ്കഷനുകളെ കുറിച്ച് പറയുമ്പോഴെല്ലാം തന്നെ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിലെ വന്ദേമാതരമുള്ള ആനന്ദമഠത്തിലെയും ടാഗോറിന്റെ പല കൃതികളിലും വന്നിട്ടുണ്ടാവുന്ന ഭാരത അല്ലെങ്കിൽ സ്ത്രീ സങ്കല്പത്തെ തമ്മിൽ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലെ ദേശീയത അഗ്രസീവ് ദേശീയതയാണോ, അല്ലെങ്കിൽ ഇന്ത്യയിലെ ദേശീയത വളരെ മനോഹരമായ, വളരെ സോഫ്റ്റ് ആയ, വയലന്റ് അല്ലാത്ത ദേശീയതയാണെങ്കിൽ അത് എത്തരത്തിലുള്ള ദേശീയതയാണെന്ന് മനസ്സിലാക്കാൻ ഉപകരിക്കുമെന്ന് തോന്നുന്നുണ്ട്. 1870 രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയ ഗോര എന്ന് പറയുന്ന നോവലിലേക്ക്, ആ നോവല് കുറച്ച് വായിക്കുന്നത് ഇതിന് ഉദാഹരണം കരുതുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠത്തിൽ പറയുന്ന അമ്മ ഹിന്ദുക്കളുടെ അമ്മയാണ്. ബങ്കിംചന്ദ്ര ചാറ്റർജി ആനന്ദമഠം എഴുതിയപ്പോൾ വിവേകാനന്ദന്റെ ഭാരതവർഷ എന്ന് പറഞ്ഞ സങ്കല്പം ഉൾക്കൊണ്ട് തന്നെയാണ് എഴുതിയത്. അപ്പോൾ അതിനുള്ളിൽ പറയുന്ന അമ്മ എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ അമ്മയല്ല, മുസ്ലിങ്ങളോട് വെറുപ്പുള്ള അമ്മയാണ്. വെറുപ്പ് എന്ന് പറയുന്നില്ല, മുസ്ലിങ്ങൾ നശിപ്പിക്കപ്പെട്ട സ്വന്തം മക്കളുടെ ഭാവി ഓർത്ത് വേദനിക്കുന്ന അമ്മയാണ്. പൂർണ്ണമായ രീതിയിൽ മുസ്ലിം വിദ്വേഷമുള്ള ഒരു കൃതി തന്നെയാണ് ആനന്ദമഠം. അപ്പോൾ ഈ ഇന്ത്യൻ അമ്മയാകട്ടെ, അപ്പൊ ഇതിനകത്ത് വന്ന സ്വന്തം മക്കളെ കുറിച്ച് അഭിമാനമുള്ള, വളരെ സ്വന്തം മക്കളെ കുറിച്ച് സ്നേഹമുള്ളതും, സ്വന്തം മക്കൾ തങ്ങളുടെ സംസ്കാരം സംരക്ഷിക്കണമെന്ന് പറയുകയും അതേസമയം മുസ്ലിങ്ങളെ സൂക്ഷിക്കണമെന്ന് പറയുകയും ചെയ്ത അമ്മയാണ് ആനന്ദമഠത്തിലെ അമ്മ. എന്നാൽ ടാഗോറിന്റെ ഗോര എന്ന് പറഞ്ഞ നോവലിൽ ആനന്ദമയി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ സ്ത്രീയുടെ, എൻലൈറ്റൻഡ് ഇന്ത്യൻ വിമണിന്റെ, എലൈറ്റ് ബംഗാളി എലൈറ്റ് ഇന്ത്യൻ വിമണിന്റെ സിമ്പലായാണ് ആനന്ദമയി വരുന്നത്. ആനന്ദമയി എന്നുള്ള സ്ത്രീ നോർമലി ഇന്ത്യൻ സ്ത്രീയെ കുറിച്ച് പറയുന്നത് പോലെ തന്നെ വളരെ സവർണ കുലത്തിൽ ജനിക്കുകയുണ്ടായി. ഇന്ത്യൻ സ്ത്രീ എന്ന മിത്ത് പറയുന്നത് പോലെ തന്നെ, ഇന്ത്യൻ സ്ത്രീ എന്ന കൺസ്ട്രക്ട് പറയുന്നത് പോലെ തന്നെ സവർണ കുലത്തിൽ ജനിച്ചവളും ഒരുപാട് വിശ്വാസങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ത്രീയും, എന്നാൽ വളരെ വിദ്യാഭ്യാസമുള്ള ഒരു ഭർത്താവിനെ, ആധുനിക വിദ്യാഭ്യാസം നേടിയ ആളെ വിവാഹം കഴിച്ചതിന്റെ ഫലമായി എൻലൈറ്റൻഡ് ആവുകയും നവോത്ഥാനം വരികയും ചെയ്ത സ്ത്രീയാണ് ആനന്ദമയി. ഗുർമോഹർ എന്ന് പറയുന്ന ഒരു ഐറിഷ് ബ്രിട്ടീഷ് ഓർഫനെയാണ് എടുത്തു വളർത്തുന്നത്. അപ്പോൾ ഈ ബ്രിട്ടീഷ് പൗരന് ഇന്ത്യയുടെ എല്ലാവിധ അസമത്വങ്ങളും ഇല്ലാത്ത നല്ലൊരു അമ്മയായി മാറുന്നിടത്താണ് ആനന്ദമയി മാറുന്നതാണ് കഥ. ഇതിൽ പറയുന്നത് ആനന്ദമയി ജാതിക്കെതിരായിരുന്നു. ജാതിയെ കുറിച്ച് പറയുന്ന ഗോരയെ ആനന്ദമയി എതിർക്കുന്നുണ്ട്. മാനവികത ഉള്ള ആളായിരുന്നു. എല്ലാവരും ഇന്ത്യയുടെ മക്കളാണ്, തന്റെ മക്കൾ ഹിന്ദുക്കളാണെന്നുണ്ടെങ്കിൽ കൂടി മുസ്ലിങ്ങൾ കൂടി ഇന്ത്യയുടെ മക്കളാണെന്ന് പറഞ്ഞ ആളായിരുന്നു ആനന്ദമയി. ഇത് വിവേകാനന്ദന്റെ ഭാരതവർഷത്തിൽ സ്ത്രീകളുടെയും പകുതിയിൽ കൂടുതൽ സ്ത്രീകൾ വേണം, ആ സ്ത്രീകൾ വളരെ നല്ല ശുദ്ധിയുള്ള നല്ല അമ്മമാരായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതേ സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ലിബറലായ ഒരു ദേശീയതയുടെ സങ്കല്പമാണ്, ഒരു ഹൈന്ദവ ദേശീയതയുടെ സങ്കല്പമാണ് ടാഗോർ മുന്നോട്ട് വെച്ചത്. ഇവിടെ മൊണാലിസ ചാറ്റർജിയെ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നത് ഒരു ഡിവൈൻ മദർ എന്ന് പറഞ്ഞൊരു സങ്കല്പം കൊണ്ടുവരികയും അതുവഴി സ്ത്രീയുടെ ശക്തിയെയും ഫെർട്ടിലിറ്റി, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയ ഡിബേറ്റിൽ, ഫെർട്ടിലിറ്റിയെയും എനർജികളെയും ഒക്കെ തന്നെ നല്ല ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞ രീതിയിൽ ഒരു ലിബറലായ ദേശീയതയുള്ള ഒരു അമ്മയായാണ് ആനന്ദമയി മാറുന്നത്. ഇതിന് വെക്കാൻ കഴിയുന്നത് പിന്നീട് ടാഗോർ എഴുതിയ ജയ് സോനാ ബംഗ്ല പോലുള്ള ഗീതങ്ങൾ. അപ്പൊ ഇതിലൊക്കെ തന്നെ ഈ അമ്മയെ, ആനന്ദമയിയുടെ രൂപം എങ്ങനെയാണ് ഒരു ഇന്ത്യയുടെ രൂപമായി മാറുന്നത്, ആനന്ദമയിയുടെ രൂപം ഇന്ത്യയുടെ മാപ്പായി മാറുന്നത്, എല്ലാവിധ പ്രശ്നങ്ങളും വെടിഞ്ഞ് ആ സാരിയുടെ കീഴിൽ എല്ലാ മക്കളും ഒത്തുചേർന്ന് ഇന്ത്യക്ക് വേണ്ടി, ഹൈന്ദവ ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നത് എങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആനന്ദമയുടെ രൂപം ഇന്ത്യയുടേത് പോലുള്ള രൂപമാവുന്നത്. ഇത്തരം രീതിയിൽ മോഡേണിസ്റ്റ് ഡിബേറ്റുകൾ, മോഡേണിസത്തിന്റെ വാല്യൂസിന് പറ്റിയ രീതിയിൽ ഒരു ഇന്ത്യയും ഒരു ദേശീയതയും ഉണ്ടാക്കാനാണ് ടാഗോർ ഈ കൺസെപ്റ്റിലൂടെ ശ്രമിച്ചത്. ഇതിൽ വേറൊരു സാധനം നമ്മൾ നേരത്തെ ഉന്നയിച്ചതിന്റെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് വയലന്റായ കാളി ഇവിടെ വരാതിരുന്നത്? ഒരേ സമയം തന്നെ സ്ത്രീയുടെ ഉള്ളിൽ നിന്ന് യാഥാർത്ഥ്യമായ പവറും സ്ട്രെങ്തും എല്ലാം എടുക്കുകയും വളരെ മിസ്റ്റിക്കലും മിത്തുകൾ കൊണ്ട് നിറഞ്ഞതുമായ ഒരു പവറും എല്ലാം തന്നെ നിറച്ചുകൊണ്ട് ഒരുതരം കപടബോധം ഉണ്ടാക്കിക്കൊണ്ടാണ് മാതൃത്വത്തെ ഐക്കണൈസ് ചെയ്തുകൊണ്ട് ഇന്ത്യൻ ദേശീയം നിലനിന്നത് മനസ്സിലാക്കാൻ കഴിയും. രാമപ്രസാദിനെ പോലുള്ള ആളുകൾ കാളിപ്രീതിക്ക് വേണ്ടി എഴുതിയ പാട്ടുകളെ ആദ്യമായി ഹിന്ദു നവോത്ഥാനവും പിന്നീട് ദേശീയ പ്രസ്ഥാനവും വളരെ പോപ്പുലറായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ ഉപയോഗത്തിലൂടെ കാളി എന്ന് പറഞ്ഞത് പിന്നീട് ദുർഗയായും അത് ബംഗാളി സ്ത്രീയായും പിന്നീട് ഇത് തന്നെ ഭാരതമാതാവായും വരികയാണ് ഉണ്ടായെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ദേശീയതയിൽ ഇന്ത്യൻ ഭാരതമാതാവിന്റെ സിംബലിന്റെ വയലൻസിനെ കുറിച്ച് നോക്കിയാൽ എന്തുകൊണ്ടാണ് വേറെ ഒരു രാജ്യത്തിന്റെ സിംബലുകളിലും ഇല്ലാത്ത വണ്ണം ഇന്ത്യയുടെ സിംബലിൽ മാത്രം പിറകിൽ എന്തുകൊണ്ട് ഭൂപടം വരുന്നു?
അത് ദേശീയവാദികളുടെയും ദേശീയതയുടെയും ഒരു പേടിയാണ്. കാരണം ഈ ഭൂപടം ഇല്ലാതായി പോകുമോ? കാരണം വളരെയധികം ഉണ്ടാകുന്ന ആന്തരിക വൈരുദ്ധ്യങ്ങൾ കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ തങ്ങൾ അഡ്രസ് ചെയ്യേണ്ടി വരുമോ എന്നുള്ള ചോദ്യമാണ് ഇത്തരം രീതിയിൽ ഒരു ഭൂപടം വരാൻ കാരണമാകുന്നത്. മൈത്രേയി ചൗധരിയെ പോലുള്ളവർ ഇന്ത്യ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഈ ഭാരതമാതാവിന്റെ കൺസ്ട്രക്ട് എങ്ങനെയാണ് ഇന്ത്യൻ സ്ത്രീത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതായത് ഹോം ഡൊമസ്റ്റിസിറ്റി എന്ന് പറയുന്ന പാശ്ചാത്യ സങ്കല്പവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്ത്യയിലെ സ്ത്രീകളുടെ സാമ്പ്രദായികമായ റോളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാവിധ ഡിബേറ്റുകളിലും RSSകാരും പല സെക്യുലറിസ്റ്റുകളും പറഞ്ഞതുപോലെ സ്ത്രീകൾക്ക് നല്ല സ്റ്റാറ്റസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു വേദകാലത്തിനെ കുറിച്ചുള്ള സവർണ സുവർണ സ്മരണകളിൽ നിന്നുകൊണ്ടും ഇതെല്ലാം കൂടെ ചേർത്താണ് ഇന്ത്യൻ വിമൺ എന്ന് പറയുന്ന ഒരു ഡൊമസ്റ്റിസൈസ്ഡ് ആയിട്ടുള്ള വീട്ടകങ്ങളിലുള്ള ഒരു സ്ത്രീ സാധ്യമായത്. ഇതിന്റെ വയലൻസ് എന്ന് വെച്ചാൽ ദേശീയ പ്രസ്ഥാനത്തിൽ വന്ന സ്ത്രീകൾ അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്ത്രീയാവുന്നതെല്ലാം ഇത്തരം രൂപത്തിലുള്ളവരായിരിക്കുന്നു. മറ്റെല്ലാ വിധത്തിലുള്ള സ്ത്രീകളുടെ എൻഗേജ്മെന്റുകളും ഇൻവിസിബിൾ ആണ്. സാവിത്രി ഫൂലെ പോലുള്ളവർ സാധ്യമാക്കിയ നവോത്ഥാനം ഇവിടെ ഇൻവിസിബിൾ ആണ്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുക്കാതെ തന്നെ കീഴാള സ്ത്രീകൾ, ദളിത് സ്ത്രീകൾ, ആദിവാസി സ്ത്രീകൾ സാധ്യമാക്കിയ ആ സ്വപ്നത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ സാധ്യമാക്കിയത് ഭൂമിയെ കുറിച്ചുള്ള കൺസേണുകൾ, തങ്ങൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങളെ കുറിച്ചുള്ള കൺസേണുകൾ എല്ലാം തന്നെ സ്ത്രീ എന്ന് പറയുമ്പോൾ, ഇന്ത്യൻ വിമൺ എന്ന് പറയുമ്പോൾ അതെല്ലാം തന്നെ ഇൻവിസിബിൾ ആയി മാറുന്നുണ്ട്. പർദ്ദ ഇട്ടുകൊണ്ട് ഇന്ത്യയിൽ ഒരു സ്ത്രീക്ക് ഇന്ത്യയുടെ മുഖ്യധാര സമൂഹത്തിൽ, മുഖ്യധാര രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യത്തിന്റെ റിലവൻസ് അവിടെയാണ്. മഹാരാഷ്ട്രയിൽ ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾ സരസ്വതി ദേവി അല്ല ഞങ്ങളുടെ ദൈവം, ഞങ്ങൾക്ക് വിദ്യ നൽകിയത് സാവിത്രി ഫൂലെ ആണ് എന്ന് പറയുമ്പോൾ അത് ആക്രമിക്കപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. ദളിത് ബഹുജൻ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി ഉണ്ടായി വന്ന സ്ത്രീകൾ പല രീതിയിലുമുള്ള മോറൽ പോലീസിങ് അനുഭവിക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. മായാവതി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ശരീരഭാഷ ഒരുപക്ഷെ ഇന്ത്യൻ ദേശീയ സ്ത്രീക്ക് എഗെയിൻസ്റ്റ് ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളിയാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇത്തരത്തിൽ വന്ന ഒരു ഇന്ത്യൻ ദേശീയ സ്ത്രീ എന്ന് പറയുന്ന മിത്ത് എല്ലാവിധ മറ്റ് ഐഡന്റിറ്റികളെയും എല്ലാവിധ അപരസ്വത്വങ്ങൾ പേർന്ന സ്ത്രീകളെയും ഇൻവിസിബിൾ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ന് ചരിത്രം എഴുതുമ്പോൾ, രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ നമ്മളും ചെയ്യുന്നത് വിമൺ, ഞാൻ ആദ്യമേ പറഞ്ഞ വിമൺ കൺസേൺ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു അർബൻ അപ്പർ ക്ലാസ് ബൂർഷ വിമണിന്റെ കൺസേണുകൾ മാത്രമാണെന്നുള്ളത് ദേശീയതയുടെ തന്നെ ഒരു വയലൻസ് ആണ് എന്ന് തോന്നുന്നു. ഒരുപക്ഷെ ഇന്ത്യയുടെ പിന്നീട് വന്ന ഒരുപാട് സാഹിത്യങ്ങൾ, ഇന്ത്യയുടെ സിനിമകൾ, മദർ ഇന്ത്യ പോലുള്ള സിനിമകൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഇത്തരം ഒരു കൺസ്ട്രക്ട് വരുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയും. വേറൊരു അവസ്ഥ, ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയപ്പോൾ ഈ ദേശീയ മിത്തിന് സംഭവിച്ചൊരു മാറ്റമാണ്. അതുവരെ ദേശത്തിന് വേണ്ടി മരിച്ച എല്ലാവരും തന്നെ ഭാരതമാതാവിന് വേണ്ടി രക്തസാക്ഷികളായവർ എന്നതായിരുന്നു. പക്ഷെ ഇന്ദിരാഗാന്ധി സ്വയം അവരോധിക്കപ്പെട്ടത് താൻ ദുർഗാജിയാണ് എന്നാണ്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ദുർഗ എന്ന് പറഞ്ഞൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. അടിയന്തരാവസ്ഥയുടെ സമയത്ത് പലരും ഇന്ദിരാഗാന്ധി അഡ്രസ് ചെയ്ത് ദുർഗാജി, ഭാരത് മാത അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങളും ഒരുപാട് ടെക്സ്റ്റുകളൊക്കെ ഇതിനെ ബന്ധിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി തന്നെ മരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി തന്നെ രക്തസാക്ഷിയാകുമ്പോൾ ദേശീയ നേരിട്ട വലിയൊരു പ്രശ്നമാണ് ഭാരത മാതാവ് തന്നെ രക്തസാക്ഷിയായുള്ള രീതിയിൽ. പിന്നീട് നടന്ന ഒരുപാട് സ്റ്റാൻഡിസ്റ്റിക് റയോട്ടുകളിലെല്ലാം ഭാരത മാതാവ് തന്നെ രക്തസാക്ഷിയായി എന്ന് പറഞ്ഞ രീതിയിൽ ഉണ്ടാവുന്ന പ്രയോഗങ്ങൾ തുടങ്ങിയ ഐഡിയോളജികൾ വർക്ക് ചെയ്തിട്ടുള്ളതായിട്ട് കാണാൻ കഴിയും. ദേശീയതയുടെ അപരസ്ഥാനത്ത് ഒരു സ്ത്രീയുണ്ട്. ദേശീയതയുടെ അപരമായി ശത്രുവായി കൺസ്ട്രക്ട് ചെയ്യപ്പെട്ട അപരസ്വത്വങ്ങൾ. വിമൺ എന്ന കാറ്റഗറിക്ക് അപ്പുറം ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീയാണ്. ദേശീയതയുടെ കലാപങ്ങളിൽ, വർഗീയ കലാപങ്ങളിൽ, യുദ്ധങ്ങളിൽ, അധിനിവേശങ്ങളിൽ സ്ത്രീകൾ നേരിടേണ്ടി വരുന്ന ശാരീരികവും ലൈംഗികവുമായ അതിക്രമങ്ങൾ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ശത്രുവിന്റെ സ്വകാര്യ സ്വത്ത് എന്നുള്ള നിലയിൽ, അതായത് ശത്രുവിന്റെ കൾച്ചറലും എത്നിക്കുമായ റീപ്രൊഡക്ഷൻ സാധ്യമാക്കുകയും ശത്രുവിന്റെ അന്തസ്സും അഭിമാനവും, ഒരു മുസ്ലിം സ്ത്രീ ബലാത്സംഗം ചെയ്യപ്പെടുമ്പോൾ അത് മുസ്ലിമിന്റെ അഭിമാനം ഇല്ലാതാകും എന്നുള്ള രീതിയിൽ ഉണ്ടാവുന്ന സ്ത്രീയാണ് ഒരു കുലത്തിന്റെ അഭിമാനവും അന്തസ്സും സൂക്ഷിക്കുന്നത് എന്ന ബോധ്യത്തിൽ നിന്നും. രണ്ട്,
ശത്രുവിന്റെ വംശബലം കൂട്ടുന്നത് സ്ത്രീയുടെ ഫെർട്ടിലിറ്റി ആണെന്ന രീതിയിലുള്ള വിദ്വേഷവും കൊണ്ട് തന്നെയാണ്. ഒരുപക്ഷെ ലോകത്തുണ്ടായ എല്ലാവിധ ദേശീയ അതിക്രമങ്ങളിൽ, ദേശീയ കലാപങ്ങളും എല്ലാം തന്നെ എതിർ ദേശീയത്തിൽ ഉണ്ടാപ്പെട്ട സ്ത്രീകളെ റേപ്പ് ചെയ്യുകയും അവരെ കൊണ്ട് സ്വന്തം ദേശത്തിലുള്ള ആളുകളെ പ്രസവിപ്പിക്കുക എന്നുള്ളതും ഒരുപാട് ദേശീയരുടെ കലാപങ്ങളും യുദ്ധങ്ങളെയും കാണാവുന്നതാണ്. അതെല്ലാം തന്നെ സ്ത്രീയുടെ ഫെർട്ടിലിറ്റി ആണ് മറ്റൊരാളുടെ വംശബലം കൂട്ടുന്നതെന്ന് പറയുന്ന ഒരുതരം ഭീതിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. 1947 നടന്ന വിഭജന കാലത്ത് റീപ്രൊഡ്യൂസിംഗ് ലെജിറ്റിമേറ്റ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞ രീതിയിൽ ഋതുമേനോൻ എഴുതിയ പുസ്തകത്തിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇന്ത്യൻ പാകിസ്ഥാൻ 2 രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെടുന്ന സ്ഥലത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ പാലായനം ചെയ്യപ്പെടുകയുണ്ടായി. അപ്പോൾ എതിർ രാഷ്ട്രത്തിലോട്ട്, തെരഞ്ഞെടുത്ത രാജ്യത്തിലോട്ട് പാലായനം ചെയ്യപ്പെടുന്നതിനിടയ്ക്ക് ഒരുപാട് കലാപങ്ങൾ ഉണ്ടാവുകയുണ്ടായി. അതിനടുത്ത് സ്ത്രീകളെ തട്ടിക്കൊണ്ടു പോവുകയുണ്ടായി. സ്ത്രീകൾ ഒരുപാട് ലൈംഗികമായ പീഡനങ്ങൾക്ക് വിധേയരാവുകയുണ്ടായി. ഇതുവഴി ഒരുപാട് പേരെ കാണാതാകുകയുണ്ടായി. ഇതിന്റെ ഫലമായിട്ട് 1949 ഇന്ത്യൻ ഗവൺമെന്റ് ദി അബ്ഡക്റ്റഡ് പേഴ്സൺസ് റിക്കവറി ആൻഡ് റീസ്റ്റോറേഷൻ ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം പാസ്സാക്കുകയുണ്ടായി. അപ്പൊ ഈ നിയമത്തിലെ പ്രധാന പരാമർശം, 49 നിയമത്തിലെ പ്രധാന പരാമർശം, സ്ത്രീകളെ ദ ആർമി ഷുഡ് ഡിസ്പ്ലേസ് ദ വിമൺ ടു അപ്രോപ്രിയേറ്റ് പ്ലേസസ്, അപ്രോപ്രിയേറ്റ് ആയ സ്ഥലങ്ങളിലോട്ട് സ്ത്രീകളെ മിലിറ്ററി കൊണ്ടുവരണമെന്നുള്ള രീതിയിലാണ്. അപ്പൊ ഇതെന്ന് വെച്ചാല് കുടുംബങ്ങളിലേക്കല്ല, രാജ്യങ്ങളിലേക്കാണ് ഇവരെ കൊണ്ടുവരേണ്ടിയിരുന്നത്. ഇന്ത്യയിലേക്ക് വരുന്ന വഴിയിൽ ബലാത്സംഗപ്പെടുകയും കാണാതായപ്പെടുകയും ചെയ്ത ഹിന്ദു സ്ത്രീകളെ, ഒപ്പം തന്നെ പാകിസ്ഥാനിലോട്ട് പോകുന്ന വഴി കാണാതായപ്പെട്ട മുസ്ലിം സ്ത്രീകളെയും അതത് രാജ്യങ്ങളിലോട്ട് കൊണ്ടുവരണം. എന്താണ് ഈ അപ്രോപ്രിയേറ്റ് ആയ രാജ്യം? അവരുടെ കുടുംബം എത്തിയിരുന്ന രാജ്യം. അതായത് വംശത്തിന്റെയും ദേശത്തിന്റെയും എല്ലാം തന്നെ സുരക്ഷത്തിന് പാത്രമാകേണ്ടവരാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ ബോധമാണ് ഈ നിയമത്തിൽ കാണാൻ കഴിയാവുന്നത്. വേറൊരു രീതിയിൽ മിലിറ്ററി നടത്തിയ ഒരുപാട് വയലേഷനുകളുണ്ട്. ഈ കലാപത്തിനിടയ്ക്ക് ഒരുപാട് പ്രണയബന്ധങ്ങൾ ഉണ്ടായിരുന്നവർ, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഇഷ്ടപ്രകാരം ഇന്ത്യയിലോട്ട് വരാൻ ഇഷ്ടമല്ലാതിരുന്നവർ, വിവാഹിതരാവുകയും ഗർഭിണിയാവുകയും ചെയ്ത ആളുകൾ, പാകിസ്ഥാനി വിവാഹം കഴിച്ച ആളുകൾ, ഇവരെ എല്ലാം തന്നെ വളരെ ബലപ്രയോഗത്തിൽ കൂടിയാണ് ഈ ആർമി ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നത്. മലയാളിയായ ഗഫൂർ അറക്കലിന്റെ അരപ്പിരി ലൂസായ കാറ്റാടി യന്ത്രം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. നോർമലി ഇത്തരം ഇന്ത്യൻ വിഭജനകാലത്തുണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പറയുന്ന ലിറ്ററേച്ചറുകളെല്ലാം തന്നെ സൗത്ത് ഏഷ്യൻ സ്ത്രീക്ക് യാതൊരുവിധ കർത്തൃത്വമില്ല, അവർ വയലൻസുകൾക്കിടയിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്ന നോഷനുകളിലാണ് വരാറുള്ളത്. വളരെ ചരിത്രപരമായി തന്നെ ഈ ഗഫൂർ അറക്കലിന്റെ പുസ്തകത്തെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഈ റിക്കവറി ആക്ടിനിടയ്ക്ക് സ്ത്രീകൾക്ക് സംഭവിച്ച പ്രശ്നങ്ങൾ, അതായത് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു സ്ത്രീകളെ എല്ലാവരെയും തന്നെ ആദ്യം ആര്യ സമാജത്തിൽ കൊണ്ടുപോയി ശുദ്ധി വരുത്തിയതിനു ശേഷം ഇവർ രാജ്യങ്ങളിൽ നിന്ന് താമസിക്കുകയാണ്. പക്ഷെ ആ സമയത്ത് ഇവർ ഒരുപാട് വയലൻസുകൾക്ക് ഇരയാവുന്നുണ്ട്. പല ആളുകളും തന്നെ വാഗാ ബോർഡറിൽ വെച്ച് കൈമാറ്റം നടക്കുന്ന സമയത്ത് സ്ത്രീകൾ അങ്ങനെ പലരും ഗർഭിണികളായപ്പെട്ടതുകൊണ്ട് കുലത്തിന് അപമാനമാകുമെന്ന കാര്യം പറഞ്ഞുകൊണ്ട് ആത്മഹത്യ ചെയ്ത സ്ത്രീകളുണ്ട്. തിരിച്ചു വന്ന സ്ത്രീകൾ ഒരുപാട് വംശീയമായ അധിക്ഷേപങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്നത്തെ ഗവൺമെന്റ് പറ്റി ചെയ്തത്, ഈ സ്ത്രീകൾ സതിയെ പോലെയാണ്, ഈ സ്ത്രീകൾ സീതയെ പോലെയാണ്, യാതൊരുവിധ കളങ്കവും പറ്റാത്ത അവർ ഇതാ സ്വന്തം രാജ്യത്തിൽ മടങ്ങി വന്നിരിക്കുന്നു എന്നിങ്ങനെയുള്ള പ്രമോഷനുകളുമായി മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. ഇത്തരം സ്ത്രീകൾ നേരിട്ട ഒരുപാട് വയലേഷൻസ് എന്ന് പറയുന്നത്, സ്ത്രീകൾ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരേ സമയം തന്നെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെയും ഒരേ സമയം തന്നെ രാജ്യത്ത് നേരിട്ട വയലൻസുകളുടെയും ചിഹ്നങ്ങളാകുന്നത് ആ ഒരു കോൺട്രഡിക്ഷനിൽ കൂടിയാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ഇത് വല്ലാത്തൊരു വയലൻസ്, ഹിന്ദു നാഷണലിസ്റ്റുകൾ ഇത് വല്ലാത്ത വയലൻസുകളായി പറയുകയുണ്ടായി. അവർ പറഞ്ഞത് മുസ്ലിങ്ങൾ ഇപ്പോ ബീഫ് നിരോധനത്തിലൊക്കെ പറയുന്ന പോലെ മുസ്ലിങ്ങൾ മാംസം കഴിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് ലൈംഗിക ശേഷി കൂടുതലാണ്, അതുകൊണ്ട് ഈ ഹിന്ദു സ്ത്രീകൾ അവരുമായി സെക്സ് ചെയ്ത് രസിച്ചു, അതുകൊണ്ട് അവരെ ഒരിക്കലും ഇന്ത്യയിലോട്ട് കടത്താൻ കഴിയുകയില്ല, അവർക്കിനി ശുദ്ധരായ ധീരപുത്രന്മാർക്ക് ജന്മം കൊടുക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിലാണ്. കാരണം ഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്, ഇത്തരം രീതിയിൽ ഫെർട്ടിലിറ്റി പ്യൂരിറ്റി എന്ന് പറയുന്നത് എപ്പോഴും തന്നെ സ്ത്രീ അടയാളപ്പെടുത്തേണ്ടതും രാഷ്ട്രത്തിന് വേണ്ടി കാണിക്കേണ്ടതുമായ ഒരു സംഗതിയാണ്. ഇന്ത്യയിൽ മുസ്ലിം സ്ത്രീകൾ അമിതമായി പെറ്റുപെരുകുന്നവരാണെന്ന ആശങ്കകൾ, അത് മണൽ മാഫിയക്കെതിരെ സമരം ചെയ്ത ജസീറ ഓരോ വർഷവും കുട്ടിയെ പ്രസവിക്കുന്നവളാണ് എന്ന് പറഞ്ഞ സെക്കുലർ ആശങ്കയുണ്ട്. മലപ്പുറത്ത് ജനപ്പെരുപ്പം വളരെ കൂടുതലാണ് എന്ന് വളരെ നിഷ്കളങ്കമായി ഇവിടെ സെക്കുലറിസ്റ്റുകൾ പറയുന്ന ആശങ്കകളുണ്ട്.
ബീഫും ബൈസെപ്സും ഉള്ള മനുഷ്യ മൂലധനമാണ് മുസ്ലിങ്ങളുടെ ശക്തി എന്ന് പറഞ്ഞ വിവേകാനന്ദൻ. ഇവരെല്ലാം ഷെയർ ചെയ്യുന്നത് ഏകദേശം ഒരേ ആശങ്ക തന്നെയാണ്. മുസ്ലിം സ്ത്രീകൾ അമിതമായി പെറ്റുപെരുകുന്നവരാണെന്ന് പറഞ്ഞ ആശങ്ക. മുസ്ലിം സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയാകുന്നിടത്ത് ഇതിനോടുള്ള ഒരു ദേഷ്യം കൂടി വരുന്നുണ്ട്. വംശത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുന്നതിനേക്കാൾ വേറെ ഫെർട്ടിലിറ്റിയോടുള്ള വിദ്വേഷം കൂടിയാണ് ഈ കൂട്ട ബലാത്സംഗങ്ങളിൽ കാണാൻ കഴിയാവുന്നത്. വേറൊരു രീതിയിൽ എല്ലാ രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ പോളിസിയുടെ ഒബ്ജക്റ്റുകൾ ആരാണെന്ന് പരിശോധിക്കുക. അതൊന്നുകിൽ ആ രാജ്യത്തിലെ അപരസ്വത്വങ്ങളായിരിക്കും. ഇന്ത്യയുടെ ആണെങ്കിൽ മുസ്ലിങ്ങളായിരിക്കും. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ മാത്രമല്ല അപരങ്ങൾ, എക്സ്റ്റേണലായ അപരങ്ങളായി മാറിയ മുസ്ലിങ്ങളും ഹിന്ദു മതം ഇന്റേണലൈസ് ചെയ്തുകൊണ്ട് ഇൻവിസിബിൾ ആക്കിക്കൊണ്ട് ഹിന്ദു ആക്കിക്കൊണ്ട് അപരവൽക്കരിച്ച ദളിതരും അതിനകത്തുണ്ട്. ഈ അപരസ്വത്വങ്ങളാണ് മിക്കവാറും ഉള്ള പോപ്പുലേഷൻ പോളിസികളുടെ ഇരയാവാൻ കഴിയുന്നത്. അയാൻ ഹിർസി അലിയെ പോലെയുള്ള ആളുകള് നെതർലൻഡിന്റെ ഉദാരതയെ കുറിച്ച് വളരെയധികം വാചാരരാകാറുണ്ട്. നെതർലൻഡിൽ ഒരുപാട് കുടിയേറ്റങ്ങൾ ഉണ്ടായ സമയത്ത് നെതർലൻഡ് പാസ്സാക്കിയ പോപ്പുലേഷൻ പോളിസി ആദ്യം ചെയ്തത് സ്ത്രീകൾക്കുള്ള കുടിയേറ്റം പ്രശ്നമാക്കുക എന്നുള്ളതാണ്. കുടിയേറി തങ്ങളുടെ രാജ്യത്ത് രണ്ടാം കിട മൂന്നാം കിട വലിഞ്ഞു കയറിയ പൗരന്മാർ വരുന്നു എന്നുള്ളത് ഫ്രാൻസ് അടക്കമുള്ള എല്ലാവിധ രാഷ്ട്രങ്ങളിലും പ്രശ്നമാണ്. അപ്പം ഈ പോപ്പുലേഷൻ പോളിസി പ്രകാരം സ്ത്രീകൾ വരരുത്, കാരണം സ്ത്രീകൾ വന്നാലല്ലേ ഇവിടെ വംശക്കാർ പ്രസവിക്കുകയുള്ളൂ. അപ്പൊ സ്ത്രീകളുടെ വിസയാണ് ആദ്യം നിഷേധിച്ചത്. പിന്നീട് ഇവർ ചെയ്തത് വന്ന സ്ത്രീകളെല്ലാം തന്നെ കൂട്ടമായിട്ട് വന്ധ്യീകരണത്തിന് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വാഴ്ത്തുന്ന ഫ്രാൻസിന്റെ ദേശീയഗാനം തന്നെ പറയുന്നത് അശുദ്ധരുടെ രക്തം ഞങ്ങളുടെ വയലേലകളിൽ നിറഞ്ഞൊഴുകട്ടെ എന്നാണ്. ഈ അശുദ്ധർ എന്ന് വെച്ചാല് അൾജീരിയയിൽ നിന്നും മറ്റു കുടിയേറി അവിടെ പാർക്കുന്ന മുസ്ലിങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. സിനദിൻ സിദാനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഫുട്ബോൾ കളിക്കാരെല്ലാം തന്നെ ഇത്തരം വംശീയതയ്ക്ക് പാത്രമാകുന്നവരാണ്. ഫ്രാൻസിന്റെ പോപ്പുലേഷൻ പോളിസി പൂർണ്ണമായും ടാർഗറ്റ് ചെയ്യുന്നത് അവിടുത്തെ മനുഷ്യരാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഇത്തരം കുടിയേറ്റക്കാരെയും മുസ്ലിങ്ങളെയും തന്നെയാണ്. ഇന്ത്യയുടെ എക്സാമ്പിൾ എടുത്ത് നോക്കുക. ഇന്ത്യയുടെ പോപ്പുലേഷൻ പോളിസി എപ്പോഴും തന്നെ ഫോക്കസ് ചെയ്യുന്നത് മുസ്ലിങ്ങളും ദളിതരും കൂടുതലായി വസിക്കുന്ന ഇടങ്ങളാണ് എന്നുള്ളത് ഈ രാഷ്ട്രത്തിന്റെ വംശീയത എത്ര ഭീകരമാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതിനെ ഫിയർ ഓഫ് വജീൻ എന്ന് പറയാൻ കഴിയും. ഫെർട്ടിലിറ്റിയെ കുറിച്ചുള്ള ഒരു പേടി. വേറൊരു രീതിയിൽ പറയാവുന്നത് ലവ് ജിഹാദ് ഇതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ്. ലവ് ജിഹാദിൽ പറയുന്നത് ഇന്ത്യയിലെ ഹിന്ദു പുരുഷന്മാരുടെയും ആങ്ങളമാരുടെയും അച്ഛന്മാരുടെയും എല്ലാം തന്നെ കൺട്രോളിന് അകത്തായിരിക്കണം എന്നൊരു നോഷനാണ് ലവ് ജിഹാദ് പറയുന്നത്. അതിലൊന്ന്, അപരനാകുമ്പോൾ അപരന്റെ എല്ലാ ആക്ടിവിറ്റികളും എക്സാജറേഷനുകളാണ്. ആ എക്സാജറേഷനുകളിൽ മുസ്ലിമിന്റെ ലൈംഗികത എന്ന് പറയുന്നത് വളരെ എക്സാജറേറ്റ് ചെയ്യപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പൊ ആ ലൈംഗികതയിലുള്ള പേടി കൊണ്ട് ഒരിക്കലും ഇംപ്യൂർ ആകരുത്. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കൺട്രോളിൽ ഹിന്ദു പുരുഷന്മാരുടെയും കമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്യാതിരിക്കണം ഹിന്ദു സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ലൈംഗികതയെ നിയന്ത്രിക്കുന്ന ഒരു ആശങ്കയാണ് ലവ് ജിഹാദിൽ എന്ന പ്രൊപ്പഗാണ്ടയ്ക്ക് പിന്നിലെന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ഒരു ദേശീയതയും ഒരുപക്ഷെ ഒരു വിമൺ എന്നുള്ള രീതിയിൽ എനിക്ക് യാതൊരു വിധത്തിലുണ്ടാകുന്ന ഒരു ഇടവും സാധ്യമാകുന്നില്ല. പക്ഷെ അതേസമയം തന്നെ ദേശീയം നമുക്ക് മുന്നിൽ, സ്ത്രീകൾക്ക് മുന്നിൽ വളരെ വലിയ ഒരു ഓപ്ഷൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് വളരെ നല്ല ഒരു അമ്മയായി വീട്ടിനോട് ചെയ്യുന്ന ജോലി തന്നെ രാജ്യത്തോടും ചെയ്ത് നല്ല സ്ത്രീയായി, നല്ല ദേശീയ സ്ത്രീയായി മാറാമെന്നുള്ളത്. ഇതിനോടുള്ള കലഹം ജന്മനാ തന്നെ കലഹിക്കേണ്ടി വരുന്നവരാണ് മുസ്ലിങ്ങളും ദളിതരുമെല്ലാം തന്നെ. ചിലർ ഇതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യാതെ ഇതിനോടുള്ളൊരു കലഹം ഒരു രാഷ്ട്രീയ, ഒരു പൊളിറ്റിക്കൽ പോളിസിയായി കൊണ്ടുവരുന്നുണ്ട്. അത്തരമുണ്ടാകുന്ന രാഷ്ട്രീയപരമായിട്ടുള്ള ബോധപൂർവവും അബോധപൂർവവുമായ ഒരുപാട് അതിജീവനങ്ങളുടെ ശ്രമമാണ് ദേശീയതയോടുള്ള എൻ്റെ സ്ത്രീ എന്ന രീതിയിലുള്ള ഇടപാട്.